നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമായി. മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഫേസ് 4, 5 പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. KSRTC ഇന്ത്യയിലെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന RTC ആണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലാളി സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി UDTF-ന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CITU, AITUC, HMS, TUCI, സേവ, KTUCM എന്നീ ട്രേഡ് യൂണിയൻ സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനാ ഫെഡറേഷനുകളും ചേർന്നാണ് പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർ, ധനകാര്യ സ്ഥാപന ജീവനക്കാർ, മോട്ടോർ തൊഴിലാളികൾ, സ്കീം വർക്കേഴ്സ് തുടങ്ങി അസംഘടിത പരമ്പരാഗത സേവന മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾ, സർവീസ് മേഖലകളിലെ ജീവനക്കാർ, അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ എന്നിവരടക്കം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സ്വകാര്യ ബസ്സുകളും ടാക്സി, ഓട്ടോ തുടങ്ങി വാഹനങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കിയതോടെ നഗരമാകെ ഹർത്താൽ പ്രതീതിയായിരുന്നു. നേരത്തെ ആലപ്പുഴ നഗര ചത്വരത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടൗൺഹാളിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. വലിയ ഭാഗ്യം തയ്യാറാക്കിയ പ്രോഗ്രാമിൽ 12-ാം തീയതി ജാഥ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ നേതൃത്വത്തെ ആ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പരിപാടി റീഷെഡ്യൂൾ ചെയ്ത 12-ാം തീയതി പരിപാടി മാറ്റിവെക്കുകയുണ്ടായി. UDF-ന്റെ ജാഥ ഇന്നേ ദിവസം നടക്കുകയാണ്. എന്നാൽ രാജ്യവ്യാപകമായി ഇന്ന് സമരം നടത്തുമ്പോൾ നമ്മളോടൊപ്പം INTUC ഉണ്ട്, കേരളത്തിലില്ല. അപ്പൊ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നതിന്റെ ആ രൂപം എവിടെ ചെന്നെത്തിയെന്ന് നോക്കിയാൽ 4 വോട്ടുകൾക്ക് വേണ്ടി വളരെ ചരിത്രപരമായ മണ്ടത്തരം അല്ലെങ്കിൽ വിഡ്ഢിത്തം അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വഞ്ചന നടത്തുന്ന രീതിയിലേക്ക് UDF-ന്റെ നേതൃത്വം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിയൻ നേതാക്കളായ VS മണി, അഡ്വക്കേറ്റ് AM ആരിഫ്, AM ഷിറാസ്, VB അശോകൻ, KR ഭഗീരഥൻ, DP മധു, KJ പ്രവീൺ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതെന്ന് കാണുമ്പോൾ ഒരിക്കൽ ഓഫീസുകൾ പൂട്ടി കേരളം വിട്ടുപോയ ദേശീയപാത അതോറിറ്റിയും ഇനി ഇവിടെ പണി നടക്കില്ലെന്ന വിശ്വാസവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 800 കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾ ഇതോടൊപ്പം നാടിന് സമർപ്പിക്കേണ്ടതുണ്ട്. ആ 800 കോടി രൂപയുടെ ആകെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചതായി ഇതോടൊപ്പം അറിയിക്കട്ടെ. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതെന്ന് കാണുമ്പോൾ ഒരിക്കൽ ഓഫീസുകൾ പൂട്ടി കേരളം വിട്ടുപോയ ദേശീയപാത അതോറിറ്റിയും ഇനി ഇവിടെ പണി നടക്കില്ലെന്ന വിശ്വാസവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാഷണൽ ഹൈവേയിൽ നിന്ന് ഇന്ന് മലയോര ഹൈവേയായി.
തീരദേശ ഹൈവേയും പൂർത്തിയാവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനമൊട്ടാകെയുള്ള 800 കോടി രൂപയുടെ വിവിധ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നതിനോടൊപ്പമാണ് മുഖ്യമന്ത്രി മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത്. റോഡിന്റെ മണ്ഡലതല ഉദ്ഘാടനം സർവോദയപുരം ജനനി വായനശാലയ്ക്ക് സമീപം പി ചിത്തരഞ്ജൻ MLAയും നിർവഹിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന മറ്റൊരു കാലവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PD ശ്രീദേവി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VD അംബുജാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NP സ്നേഹജൻ, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MS അരുൺ, KN ശൈലജ, പ്രിൻസി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T സാജൻ, സേതുനാഥ്, PP സംഗീത, പൊതുമരാമത്ത് റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗൗരി കാർത്തിക, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് KSRTC എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഇന്ത്യയിലെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് KSRTC എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പുതിയ കായംകുളം KSRTC ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനോഹരമായ പുതുതായി പണിയുന്ന ബസ് സ്റ്റേഷൻ കായംകുളം ബസ് സ്റ്റേഷനായിരിക്കും. കാരണം ഇതൊരു തീരപ്രദേശമാണ് അടുത്ത് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കപ്പൽ കയറി കിടക്കുന്നല്ലോ, വണ്ടി അതിങ്ങനെ ഫുൾ ഫിനിഷ് ചെയ്ത് എൻ്റെ ഫോട്ടോ ഈ നോട്ടീസിൽ കണ്ടു കാണും. ഇതിനകത്തുണ്ട്, എൻ്റെ താഴെ വരച്ചിട്ടുണ്ട്. ഒരു കപ്പൽ, പഴയ ഒരു പായ്ക്കപ്പൽ ഇങ്ങനെ കയറി കിടക്കുന്ന പോലുള്ള ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത്. അത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാവും. അതിൻ്റെ പുറത്തെല്ലാം സ്റ്റീലാണ്. പിന്നെ ജീവനക്കാരുടെ റൂം, വിശ്രമ മുറികൾ എയർ കണ്ടീഷനാണ്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ മുറിയുണ്ട്. ഓഫീസും എയർ കണ്ടീഷനായിരിക്കും. KSRTC ഇപ്പോൾ ഇനി നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷൻ, കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി പണി തീരാറായി. കൊട്ടാരക്കര, പിന്നെ ആറ്റിങ്ങൽ, കൊല്ലം, ഏതാണ്ട് 10ഓളം, തൃശ്ശൂർ, ഗുരുവായൂർ, പിന്നെ ഇപ്പം ചാലക്കുടിയും ഇരിഞ്ഞാലക്കുടയും ഉദ്ഘാടനം ചെയ്യും അടുത്ത ആഴ്ച. ഈ 24-ാം തീയതി, 19-ാം തീയതി, 16-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഇത് വ്യാപകമായും വളരെ മനോഹരമാണ്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ അതിമനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത്. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ ഇപ്പോൾ കാണുന്ന പോലെയല്ല, പഴയ സങ്കല്പമൊക്കെ മാറിയിട്ട് ഒരു പുതിയ മുഖമാണ് KSRTC. KSRTCയിൽ യാത്രക്കാരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ബസ്സുകൾ ഇപ്പോൾ വൃത്തിയോടെയാണ് സർവീസ് നടത്തുന്നത്. എല്ലാ ഡിപ്പോകളിലും ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ കരാർ നൽകിയിട്ടുണ്ട്. ഏറ്റവും ആധുനിക ബസ്സുകൾ വാങ്ങി ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് നടത്തുന്ന ശുചിമുറി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഉടൻ നിരത്തിലിറങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അഡ്വക്കേറ്റ് U പ്രതിഭ MLA അധ്യക്ഷയായി. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ, KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, മറ്റു ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി UDTFന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരത്തിൽ പ്രകടനവും യോഗവും നടത്തി. ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി UDTFന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരത്തിൽ പ്രകടനവും യോഗവും നടത്തി. ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജന്മം കൊണ്ടതിനു ശേഷം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും ഒക്കെ UPA ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റിന്റെയും UPA ഗവൺമെന്റിന്റെയും കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് നടപ്പിലാക്കിയ തൊഴിലാളികളുടെ ക്ഷേമകരമായ പദ്ധതികൾ, ബില്ലുകൾ, അത് പാസാക്കി ഈ രാജ്യത്ത് സമർപ്പിച്ച് അതിന്റെ ആനുകൂല്യങ്ങൾ വർഷങ്ങളായി ഈ രാജ്യത്തെ തൊഴിലാളി സമൂഹം അനുഭവിച്ചു വരികയായിരുന്നു.
RSP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് R ഉണ്ണികൃഷ്ണൻ, INTUC ജില്ലാ സെക്രട്ടറി G ബൈജു, PD ശ്രീനിവാസൻ, AM നസീർ, അബു പോളക്കുളം, ഷാമോൻ സിദ്ദിഖ്, AK ബാദുഷ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പള്ളാതുരുത്തി രാമപുരം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പള്ളാതുരുത്തി രാമപുരം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. പള്ളാതുരുത്തി പാലത്തിന് താഴെ പൂക്കൈത 6 പടിഞ്ഞാറെ കരവഴി 605 മീറ്റർ നീളത്തിൽ ഇന്റർലോക്ക് ടൈൽ പാകിയാണ് റോഡ് പൂർത്തിയാക്കിയത്. ഒട്ടനവധി ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ നിത്യേന എത്തുന്നതും നൂറുകണക്കിന് പൂരവഞ്ചികൾ വർഷങ്ങളായി സർവീസ് നടത്തുന്നതുമായ ഇവിടെ 1 മീറ്റർ പോലും വീതിയില്ലാത്ത ബണ്ടിലൂടെയായിരുന്നു നാട്ടുകാർ യാത്ര ചെയ്തിരുന്നത്. സമീപവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു കാൽനടയാത്ര പോലും ദുഷ്കരമായ ഇവിടെ റോഡ് വേണമെന്നുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് 1.58 കോടി രൂപ അനുവദിച്ചാണ് റോഡ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. കയർ ഭൂവസ്ത്രം വിരിച്ചും പൈപ്പ് കൽവെട്ടുകൾ നിർമ്മിച്ചും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയും ആറ്റുതീരത്ത് കല്ലുകെട്ടി ബലപ്പെടുത്തിയുമാണ് റോഡ് നിർമ്മിച്ചത്. എച്ച് സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ആ കൂട്ടത്തിൽ നമ്മുടെ ഈ റോഡ് കൂടി ചെയ്യണം എന്ന് തീരുമാനിച്ചത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഒരു ചിന്തയിനകത്തില്ല. ഇപ്പോ ഏതെങ്കിലും രാഷ്ട്രീയമായ കാര്യം വെച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോ 1,58,00,000 അതിലൂടെ പറഞ്ഞു 18% GST, പിന്നെ മറ്റു ചില ഫീസുകൾ, അതെല്ലാം കുറച്ചാൽ ഒരു 27-30 ലക്ഷം രൂപ ഈ പറഞ്ഞ ടാക്സ് മറ്റു കാര്യത്തിൽ പോകുന്ന കാര്യമാണ്. അതിന് ബാക്കിയാണ് ആക്ച്വലായി ചെലവഴിക്കപ്പെടുന്ന പണം. അപ്പൊ അത്രയും പൈസ ഇവിടെ വെക്കേണ്ടതില്ല. കുറച്ചുകൂടി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്താൽ ഇവിടെയുള്ള ആൾക്കാരെ വീടിന് എണ്ണം കൂടുതലായിരിക്കും, വോട്ടർമാർ എണ്ണം കൂടുതലായിരിക്കും. എന്റെ തലക്കകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം അങ്ങനെ വല്ലതും വെച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ഇവിടെ ഇത്രയും വീടുള്ള സ്ഥലത്ത് ചെയ്യുന്നതൊക്കെ നല്ലത് ഇതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ വീട് തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടി എനിക്ക് ഗുണം എന്ന് ചിന്തിക്കാത്ത ആളായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കൌൺസിലർ ദീപ്തി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എൽ മായ, കൌൺസിലർ OP ഷാജി, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, K വിനോദ് കുമാർ, ദേവസ്വംകരി പാടശേഖര സമിതി പ്രസിഡന്റ് ജോയ് തോമസ്, സെക്രട്ടറി K വിവേകാനന്ദൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമായി. മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഫേസ് 4-5 പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. KSRTC ഇന്ത്യയിലെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന RTC ആണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലാളി സംഘടനകൾ നടത്തിയ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി UDTF-ന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.